ഒരു ഹീറ്റർ, ചിക്കൻ ചില്ലി, മട്ടൻ ബിരിയാണി. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ ഇതാ ഈ ഫുഡെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ കാണാം കല്യാണ വിശേഷം. നവീന പരിനെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം. ആ കല്യാണം അതിനെ കൊണ്ട് ഞാനും മൈസൂരിൽ നിന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിന്. ധന്യയാത്രന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് ലീവ് ആക്കിന്. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണത്തേക്ക് പോകാൻ പുറപ്പെടൽ ഇത് ഇന്നത്തെ. അപ്പോൾ ഇന്ന് ധന്യൻ്റെ ഔട്ട്ഫിറ്റ് ഇത് നമ്മളുടെ കല്യാണ സാരി തന്നെ അല്ലേ. നമ്മളുടെ കല്യാണ സാരി ഇട്ടിട്ട് നമ്മളുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തേക്ക് പോയോണ്ട്. അപ്പോൾ ധന്യൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾക്ക് കമൻറ്റിൽ വിവരം അറിയിക്കണം. എന്നിട്ട് നമുക്ക് കല്യാണത്തിൻ്റെ ഓരോരോ വിശേഷങ്ങളിൽ കാണാം. അപ്പോൾ നമ്മൾ കുസൽ നഗർ പുറപ്പെട്ടിന് നമ്മളുടെ ഒരു എടുത്തത്തെ ഫ്രണ്ട്, ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കല്യാണം. ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനും മൈസൂരിൽ നിന്ന് വന്നിന്. ധന്യയാത്ര ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്ന് ലീവാക്കിയ. അപ്പോൾ നമ്മൾ പോയിട്ട് കല്യാണത്തിൻ്റെ വിശേഷം നമുക്ക് ആൾമോസ്റ്റ് താലിയെല്ലാം കെട്ടിയിട്ടായിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ. അതെങ്കിൽ ഒരു കൊടവ കൾച്ചറിൻ്റെ ഫുള്ള് കിട്ടിയിട്ടില്ലേ നല്ലതായിരുന്നു. നമുക്ക് എത്ര ആവുണ്ട് അത്ര എന്തെല്ലാം നടക്കണ്ട അതിനെല്ലാം കാട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് കല്യാണത്തിൽ പോയിട്ട് കാണാം. ഇതാ നമ്മളുടെ കല്യാണം നടക്കുന്ന സ്ഥലം എത്തി. ഡെക്കറേഷൻ എല്ലാം നല്ലതായിട്ടാക്കി വെച്ചിന്. നമുക്ക് ഉള്ളിൽ പോയിട്ട് വിവരം കാണാം. നമ്മളുടെ കൊടകത്തെ ചണ്ട മേല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ നല്ല ഡെക്കറേഷൻ ആക്കിന്. നമ്മളുടെ കൊടകത്തെ ചണ്ട മേല നടന്നുകൊണ്ടുണ്ട്. ബാൻഡ് സെറ്റ്, നല്ല ബാൻഡ് സെറ്റിൻ്റെ സൗണ്ട്. ಅಮ್ಮ ಅವಳಿಗೆ ಗೊತ್ತು, ನಾವು ಜನರಿಗೆ ತೋರಿಸಿಕೊಡೋದು ನಮಗೆ. ನಮ್ಮ ಇದನ್ನೇ ಡ್ರೆಸ್, ಕೊಡಗ ಡ್ರೆಸ್. ಓಕೆ, ഇത് ചെക്കൻ്റെ അച്ഛന്. എത്ര പാങ്ങ് ആക്കിന്. റോസ് പൂ മൊത്തത്തിൽ പൂവ്, സെൻറ്ററിൽ വെള്ളം തരല്. ഇവരുടെ കുറേ ചടങ്ങുകളെല്ലാം നമ്മൾ പോകുമ്പോൾ കഴിഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ ശാസ്ത്രങ്ങളെല്ലാം ബാക്കിയുണ്ട്. അതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അവിടെ പോയി. ചെക്കനും പെണ്ണിൻ്റെ കല്യാണ ഡ്രസ്സ് ഇതേപോലെ ഉണ്ട്, ഇതേപോലെ ആക്കുണ്ടാക്കുന്നത് കാണാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല പാടുണ്ട്. എന്നിട്ട് ഇവരുടെ കുറേ ചടങ്ങുകളുണ്ട്. വായ കുത്തൽ, പിന്നെ വെള്ളം എടുക്കൽ, അതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് പോകുമ്പോൾ എടുക്കൽ. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ കിട്ടിയ അങ്ങനത്തെ ചടങ്ങ് എടുത്തിന്. പിന്നെ അത് അവരുടെ കുടവ ഭാഷ മനസ്സിലാവില്ല. എന്നാൽ നമുക്ക് മനസ്സിലാവും, വേറെ പുറത്തുള്ളവർക്ക് അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവരുടെ കല്യാണം നടക്കില്ലെങ്കിൽ ഇവരുടെ കല്യാണ ഡ്രസ്സ് ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ കറുത്ത ഈ സൂട്ട് പോലെ ഇട്ടിട്ടുള്ളതെല്ലാം കല്യാണം ആൾറെഡി കഴിഞ്ഞ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ മാത്രമേ അതെല്ലാം ഇടില്ല. അപ്പോൾ ഇതന്നെ നമ്മുടെ ചെക്കനും പെരും. നിങ്ങളുടെ ദേവയുടെ ഭണ്ഡാരം ദേവയുടെ ഭണ്ഡാരം മറക്കത്തേക്ക്
അല്ലേ നമ്മളുടെ ചെക്കന്. ഹായ്, ഇത് പെണ്ണു. ഹായ്, ഇത് അരിപ്പൂടല്. അവരുടെ കല്യാണത്തിൻ്റെ ഒരു ഭാഗം അല്ല തന്നെയാ വായക്കൊത്തല്. ഇത് ഒരു എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ട് ഇതൊരു ചടങ്ങിൻ്റെ രൂപത്തിൽ ഇതിനെ കൊത്തലുണ്ട്. ഇത് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞിന് അല്ലേ. നമ്മുടെ നാട്ടുകാരെല്ലാം വന്നിന് കല്യാണത്തേക്ക്. ആയിരം പിന്നെ ജബറന ഡാലൊക്കെ എല്ലാം നമ്മളുടെ നാട്ടുകാർ. അപ്പോൾ നമ്മൾ പോണ്ട് അരി എടുത്തിട്ട് ആശീർവാദമാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഉണ്ടായില്ല. ഓ തുക്കാലി സാറ്, ഓക്കെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഇതാ നമ്മളുടെ പെണ്ണ്. ഹലോ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ആ കല്യാണത്തിൽ ഫുള്ള് തിരക്ക്. പിന്നെ ഇതാ ഫുള്ള് സെലിബ്രിറ്റി, നമ്മളുടെ കന്നഡ ബിഗ് ബോസിൽ പോപ്പുലറായ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് ചോറെല്ലാം ഉണ്ടിട്ട് നമ്മളിവിടെ നിന്ന് പോകും അല്ലേ. ഇനിയും ഒരു സെലിബ്രിറ്റി വരാനുണ്ട്, ಆ ಚೆಕ್ಕನೆಗೆ ಒಂದು കാണാം, കണ്ടിട്ട് പോവാം. ಬಂತು ನಿಮ್ಮ ಡಾಲರ್ ನೋಡೋದಕ್ಕೆ ಗೊತ್ತಾಗ್ತಿತ್ತು ಬಿಗ್ ಬಾಸಲ್ಲಿ. ಇದು ಇಲ್ಲೇ ಇದೆ. ನಾವೊಂದು ಯೂಟ್ಯೂಬರ್ ಸರ್. ಥ್ಯಾಂಕ್ ಯು. അപ്പോൾ കുടവന്മാരുടെ കല്യാണത്തിൽ ഈ കല്ല് കൊടുക്കുന്നത് ഒരു സമ്പ്രദായമാണ്. അതായത് കുടവന്മാരുടെ കല്യാണത്തിൽ അതായത് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് കിച്ചണിൽ കുറഞ്ഞങ്ങനത്തെ സാധനങ്ങൾ പുറത്തേക്ക് മാറി കഴിഞ്ഞ് ജ്യൂസ് വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ കുറക്കാൻ ആണുങ്ങൾക്ക് അതിൽ ആണുങ്ങളുടെ കൗണ്ടർക്ക് വീഡിയോ എടുക്കണമെന്ന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കടൽ കുറേ ഉണ്ടാവും അത്തരം ജനങ്ങൾ. ഇപ്പോൾ പെണ്ണുങ്ങൾ പറ്റുന്നുണ്ട് നല്ല ജ്യൂസെല്ലാം മിക്സാക്കി ഒഴിച്ച് വെള്ളം ഇഷ്ടമില്ല ആൾക്കാർക്ക് എനിക്ക് മേടിച്ചിട്ട് അപ്പോൾ നല്ല കളർഫുൾ കല്യാണം. തന്നെ ഇവിടെ സൈഡ് സ്റ്റാർട്ടാക്കി. ഇവിടെ എല്ലാം ആൽക്കഹോൾ വെച്ചിന് അതൊന്നും എടുത്തിട്ടില്ല. വെറും സൈഡ് ഡിഷ്. ഇതെന്തല്ല ഇത്? ചിക്കൻ ഫ്രൈ. ഇത് ചിക്കൻ്റെതെന്തോ അത് ചിക്കൻ്റെതെന്തോ. പിന്നെ ഇതിവിടെ ഫുഡെല്ലാം കുറേ വെച്ചിന്. അത് കുടിക്കാനാവാത്ത കൊണ്ട് ഈ പ്ലേറ്റിലില്ലതിന് തന്നെ കാട്ടിക്കൊണ്ടുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് ബിരിയാണി ചമ്പ്? എല്ലാവരും കൂടിയിട്ട് മെനക്കെട്ടിട്ട് എടുത്തോണ്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ടില്ല. ഇതെല്ലാം ഫുഡ് കൊടുക്കാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഇതിലേക്ക് എല്ലാ സാധനവും ഓരോന്നായിട്ട് ഫില്ലാക്കും. ഇവിടെ എന്തോ ഒരു സാധനം വെച്ചിന്. ഹായ്, ഇതാ മെയിന് നമ്മുടെ കല്യാണ ചെക്കൻ്റെ മെയിൻ ഫ്രണ്ട്. ഹായ്. ಏನಿದು ಜೇಮ್ಸ್? ಇದು ಮಿಟ್ಟ. ಮಿಟ್ಟ. ಇದು ಮಿಟ್ಟ ಇದೆ. ಇದು ವಾಟರ್ ಬಾಟಲ್ ವಿತ್ ನೇಮ್ ನವೀನ್ ಆ್ಯಂಡ್ ಜಸ್ಮಿತಾ. ഓ, പേരടക്കമുണ്ട് വെള്ളത്തിൽ. ഇനി ഓരോന്നായിട്ട് സ്റ്റാർട്ടാവണോ? നമുക്ക് ആയത്ര കാണാം. ജെയിംസ്, ಅಡಿಗೆ ಮನೆಗೆ ಒಂದು ಎಂಟ್ರಿ ಕೊಡ್ಬೋದಾ? ಅಡಿಗೆ ಮನೆಗೆ ಚಿಲ್ಲಿ ಚಿಕನ್. ಚಿಲ್ಲಿ ಇದೇನು? ಇದು ಗ್ರೇವಿಗೆ ರೆಡಿ ಹಾಕಿಕೊಂಡಿട്ടുണ്ട്. ಇದು ಚಿಕನ್ ಗ್ರೇವಿ. ഇതാ ചിക്കൻ ഗ്രേവി. എല്ലാം ചെറിയ ചെറിയ ചട്ടി തന്നെ. ഇവിടെ എന്തോ ഗ്രേവി റെഡി ആയിന്. ഇതേനാ? ഇവിടെ സലാഡ് റെഡി ആക്കിണ്ട്. ഇത് കബാബ്. ഇതിവിടെ മിക്സ് ആയിന്. ഇവിടെ കബാബ് ആയിക്കൊണ്ടുണ്ട്. ഇതാ ഹീറ്റർ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിന്. ഇതാ ഇവിടെ ലൈവ് റുമാളി റൊട്ടി റെഡിയാക്കിക്കൊണ്ടുണ്ട്. ഇവിടെ ഒതുക്കി ആക്കി റെഡിയാക്കിയിട്ട് വെച്ചിന്. എല്ലാം കഴിഞ്ഞതും നമുക്ക് പോയിട്ട്
അവിടെ ഒതുക്കി വെച്ചതിനെ കാണാം അല്ലേ. ഇത് വെജ് കൗണ്ടർ. ഇതേന കുറുമ, വെജ് കുറുമ, ഇടിയപ്പോ, തുറക്ക വെജ് സ്റ്റീവ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കാട്ടുന്നു. ഇത് വെജ് സ്റ്റീവ്, വെജിറ്റബിൾ പലാവ്, അച്ചമ്പാർ, വൈറ്റ് റൈസ്, സാമ്പാർ, ഇത് രസം. ഇതേനാ പനീർ കബാബ്, നമ്മളുടെ ചെന്ന കടല, ഇത് തോരൻ, ഇത് പപ്പടം, ഇല്ല മൊസറെണ്ണ അಲ್ವಾ, പായസം, ഇത് അച്ചാർ. ഇത് ഇത്ര പച്ചക്കറി തിന്നുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു ഇച്ചിരി ബിസി കുറവുണ്ടാവും അല്ലേ, പച്ചക്കറി അല്ലേ, അപ്പോൾ ബിസി കുറവുണ്ടാവും. കടുമ്പോ ചിക്കൻ കറി അല്ല, ഇത് ടീറ്റർ, ചില്ലി ചിക്കന്, ഇത് ബിരിയാണി റൈസാ, ഓൺലി ബിരിയാണി റൈസ്, ഇത് മട്ടൻ ബിരിയാണി, വൈറ്റ് റൈസ്, ചമ്പാർ, ഇത് സ്വീറ്റ്, ഇത് തീക്കുമ്പനും, ഇത് വെള്ളം. ഇത് ഒരു ടീറ്റർ, ചിക്കൻ ചില്ലി, മട്ടൻ ബിരിയാണി, കറി. ഇത് നീ എന്തെല്ലാം എടുത്തിനെ? ടീറ്ററോ ചിക്കൻ കറിയോ റുമാലി റൊട്ടി ബിരിയാണി അല്ല, എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് എല്ലാവരും ചോറ് വേവിച്ചുകൊണ്ട് നമ്മളും വേവിക്കാനിരുന്നതിന് ചോറെല്ലാം വേവിച്ചിട്ട് അപ്പോൾ നമുക്ക് ചോറ് വേവിച്ചിട്ട് പുറപ്പെടാം. ഫൈനൽ സ്റ്റേജ്. ಯಾವ ಐಸ್ ಕ್ರೀಮ್ ಇದು? ത്രിക്കാസ പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐസ്ക്രീം എടുത്തത് തന്നെയാ എടുക്കാട്ടെ. ഇതാ ധന്യൻ്റെ ഫൈനൽ ഐസ്ക്രീം എത്തുന്നത്. അത് എടുക്കാനുണ്ടാ? നമ്മളൊന്ന് എടുക്കാം. ഐസ്ക്രീം തിന്നിട്ട് ഇവിടെ വന്നത് വീട. വീടോ എടുത്താ എങ്ങനെയുണ്ട്? തിന്നിട്ടായിട്ടില്ല. കല്യാണത്തൊക്കെ പോയിട്ട് വന്ന് ചോറെല്ലാം ഉണ്ട്. പിന്നെ വെയിലിൻ്റെ ചൂട് കൂടുതലായതുകൊണ്ട് സുസ്ത്. അപ്പോൾ നമ്മളുടെ കല്യാണത്തിൻ്റെ വീഡിയോ എന്നത് ഇത്രയുള്ളത്. ഇത് കൊടവ കല്യാണം. പിന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ ചടങ്ങെല്ലാം എടുക്കാനായിട്ടില്ല. എന്താ പറയുക, നമ്മൾ പോകുമ്പോൾ ലേറ്റായി പോയി. അത് പോയെങ്കിൽ നല്ല നല്ല ചടങ്ങുകൾ അവരുടെ കയ്യിലില്ല. അടുത്ത ഏതെങ്കിലും ഒരു കല്യാണത്തിൽ നമ്മൾ അതിനെ കാട്ടാൻ ശ്രമിക്കുക. പിന്നെ ഈ വായ കൊത്തൽ, പിന്നെ കുറേ ചടങ്ങുകളുണ്ട് ഇവരുടെ കയ്യിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബായ്.